ഒരു സെന്റൻസിനെ നമുക്കൊരു ഫാമിലി ആയിട്ട് കരുതാം. നമ്മുടെ കുടുംബം തന്നെ നമ്മൾ എടുക്കുമ്പോൾ ഫാമിലി ഒന്നാകെ നമുക്ക് ഫാമിലി എന്ന് നമുക്ക് പറയുമെങ്കിലും ഓരോരുത്തർക്കും ഇൻഡിപെൻഡന്റ് ഐഡന്റിറ്റി ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ സെന്റൻസിനെ ആകമാനം നമ്മൾ എടുക്കുമ്പോൾ ഒരു സെന്റൻസിന് ഒരു ആശയമുണ്ട്, വ്യക്തമായ ഒരു നിലനിൽപ്പുമുണ്ട്. അതിന് നമുക്ക് സെന്റൻസ് എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. അപ്പോൾ സെന്റൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അതോടൊപ്പം തന്നെ അതിനൊരു ആശയമുണ്ടാകണം, ഒരു അർത്ഥമുണ്ടാകണം. എങ്കിൽ മാത്രമേ ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ നമുക്ക് സെന്റൻസ് എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് മേക്സ് എ കംപ്ലീറ്റ് സെൻസ്. പൂർണ്ണ ആശയം വരുന്ന, ഒരു കംപ്ലീറ്റ് ആശയം വരുന്ന വാക്കുകളുടെ കൂട്ടമാണ് സെന്റൻസ് എന്ന് പറയുന്നത്. സെന്റൻസും വാക്കുകളുടെ കൂട്ടമാണ്. അതൊന്നാകെ ചേരുമ്പോൾ ഒരു ആശയം കൺവേ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഓരോ വേർഡിനും, സെന്റൻസിലുള്ള ഓരോ വേർഡിനും ഇൻഡിപെൻഡന്റ് ഐഡന്റിറ്റി ഉണ്ട്.